ഒരു ഓർക്കിഡിൻ്റെ ആയുസ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ നമുക്കൊരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ 2 വർഷം 3 വർഷം വരെ ഇവിടെ ഉള്ള പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ആ പ്ലാന്റ് നശിക്കുന്നതിന് മുമ്പേ തന്നെ അതിൽ നിന്ന് നമുക്ക് 3-4 പ്ലാന്റ്സ് നമുക്ക് കിട്ടും. അതുകൊണ്ട് അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് നമ്മൾ പരിപാലിക്കുന്ന അനുസരിച്ചാണ്. ചിലപ്പോൾ നമ്മൾ നേരാവണ്ണം നോക്കിയില്ലെങ്കിൽ 3 മാസത്തിനകം നശിച്ചു പോകാനും മതി. അതേസമയം നല്ലപോലെ നോക്കുകയാണെങ്കിൽ 2 വർഷം 3 വർഷം വരെ അതിൻ്റെ മദർ പ്ലാന്റ് കാണും. അതിൽ നിന്ന് തന്നെ നമുക്കൊരു 5-6 പ്ലാന്റ്സ് തൈ പ്ലാന്റ്സ് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഓർക്കിഡിന് മെയിനായിട്ട് നമ്മൾ വളമെന്ന് പറയുന്നത് നമുക്ക് ജൈവവളവുമുണ്ട്, രാസവളവുമുണ്ട്. ജൈവവളമെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ചാണകം, വേപ്പും പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഇതൊക്കെയാണ്. പക്ഷേ വേപ്പും പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ചാണകം സാധാരണ നമ്മുടെ ചെടികൾ ഇടുന്ന പോലെ ഇതിൻ്റെ മൂട്ടിൽ ഇട്ട് കൊടുത്താൽ പറ്റത്തില്ല. വേപ്പും പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ചാണകവും എല്ലാം നമ്മൾ കലക്കി വെച്ചിട്ട് ഒരു 4 ദിവസം കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു പുളിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചാറെടുത്തിട്ട് അതിന് നമ്മൾ എത്ര എടുക്കുന്നോ എമൗണ്ട് അതിൻ്റെ ഒരു 5 ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ഓർക്കിഡിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഇലകളും തണ്ടും എല്ലാം നനയത്തക്കവണ്ണം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇനി രാസവളം എന്ന് പറയുന്നത് നമ്മൾ 17-17 എന്നുണ്ട്, 19-19 ഉണ്ട്. അതുകൂടെ ഗ്രീൻ കെയർ എന്ന് പറയുന്ന ഒരു ഓർക്കിഡിന് വേണ്ടി ഒരു മിശ്രിതമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അത് 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ ഇട്ട് കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. സാധാരണ ജൈവവളം നമ്മൾ മഴക്കാലത്ത് യൂസ് ചെയ്യാറില്ല. കാരണം ചാണകം എന്ന് പറയുന്നത് വളരെ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ മഴക്കാലത്ത് ജൈവവളം യൂസ് ചെയ്യാറില്ല. രാസവളമാണ് മഴക്കാലത്ത് ഉപയോഗിക്കുന്നത്. അതേസമയം വേനൽക്കാലത്ത് ഏറ്റവും നല്ലത് ജൈവവളമാണ്. പിന്നെ ഒരു ചെടി വളരെ ചെറിയ പ്ലാന്റ് ആകുമ്പോൾ അതിന് കുറച്ച് എമൗണ്ട് മാത്രം നമ്മൾ കലക്കുന്ന ക്വാണ്ടിറ്റിയും കോൺസെൻട്രേഷനൊക്കെ ഇത് തന്നെ, പക്ഷെ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേസമയം വലിയ പ്ലാന്റ് ആണെങ്കിൽ വലുതായിട്ട് കൂടുതൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ തൈച്ചെടിയാണെങ്കിൽ നമ്മൾ 2 ആഴ്ചയിലൊരിക്കൽ സ്പ്രേ ചെയ്താൽ മതി. പക്ഷേ വലിയ പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ എല്ലാ വീക്കിലും സ്പ്രേ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ കൂടുതൽ ഗ്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ ഫ്ലവറിങ് കുറച്ച് കുറവായിരിക്കും. ഇപ്പോൾ എല്ലാ ആഴ്ചയിലും നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, വളം സ്പ്രേ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഓർക്കിഡിന് നമ്മുടെ കേരളത്തിൽ വളരാൻ പറ്റിയ കാലാവസ്ഥയുണ്ട്. പിന്നെ ഒരു കാര്യം, ഭയങ്കര വെയിലാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഭയങ്കര വെയിൽ സമയത്ത് നമുക്കതിന് ചെറിയൊരു തണൽ വേണം. ചെറിയ തണൽ വേണമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെടികൾ, ഇപ്പോൾ റോസിനൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വെയിൽ വേണം. ഇതിന് അത്രയും വെയിൽ വേണ്ട, ഒരു ചെറിയൊരു ഷെയ്ഡ് വേണം. അതുകൊണ്ട് ഷെയ്ഡ് നെറ്റ് നമുക്ക് കിട്ടും. ഗ്രീൻ ഹൗസിനകത്ത് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗ്രീൻ ഹൗസ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് അപ്പോൾ അതിനൊരു 50% മാത്രം ഈ സൂര്യപ്രകാശം കിടക്കുന്ന നെറ്റുണ്ട്. അത് നമ്മൾ ആ നെറ്റ് എടുത്തിട്ട് അതിന് താഴെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്, കൃഷി ചെയ്യാവുന്നതാണ്. ഇതിന് ഒരുപാട് വായു സഞ്ചാരം വേണം. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ മണ്ണൊക്കെ കയറി കഴിഞ്ഞാൽ മണ്ണ് എല്ലാം കൂടെ ജാമായിട്ട് നമുക്കതിന് എയർ കിടക്കത്തില്ല. പക്ഷേ ഇതിൻ്റെ വേരുകൾ മറ്റുള്ള ചെടി പോലെ, മറ്റുള്ള ചെടികളാണെങ്കിൽ നമ്മൾ മണ്ണിൽ നടുമ്പോൾ അത് വേര് നേരെ മണ്ണിലോട്ട് പോകും. ഇതിൻ്റെ വേരുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പ്രെഡിങ് ചെയ്താണ്. വെളിയിലെല്ലാം ഇങ്ങനെ നമ്മൾ വച്ചിരിക്കുന്ന ചട്ടിയുടെ വെളിയിലൊക്കെ സ്പ്രെഡ് ചെയ്യും. കാരണം അതിന് എപ്പോഴും അത് എയറിൽ നിന്നാണ് എല്ലാം എടുക്കുന്നത്. ഇവോപ്പറേഷൻ നമ്മൾ വെള്ളം ഒഴിക്കുന്നതാണെങ്കിൽ നല്ല ഹ്യൂമിഡിറ്റി അതിന് വേണം. അപ്പോൾ അത് വെളിയിൽ നിന്നാണ് അത് സക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ തന്നെ വളം ലിക്വിഡായിട്ട് അതിൻ്റെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന കാരണം അതിൻ്റെ ഇലകളും തണ്ടിലും ഒക്കെ നനയണമെങ്കിൽ അതിന് എയർ ഹോൾസ് ഉള്ള ഒരു ചട്ടി തന്നെ വേണം. എന്നാലേ അത് വളരത്തുള്ളൂ. അല്ലെങ്കിൽ അത് മണ്ണിൻ്റെ ഇടയിൽ വളരുന്ന ചെടിയല്ല.
ലോകത്ത് ഓർക്കിഡ്സ് ഒരുപാടുണ്ട്. കാരണം 3500 വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ ഡെൻഡ്രോബിയം തന്നെ നമുക്കിപ്പോൾ അത്രയും വെറൈറ്റി കിട്ടത്തില്ല. അപ്പം നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് ഇപ്പോൾ സിംഗപ്പൂരിലൊക്കെ ഉണ്ടാകുന്ന അത്രയും പോലത്തെ ഓർക്കിഡ്സ് ഇവിടെ വരത്തില്ല. അവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ കാലാവസ്ഥയും വ്യത്യാസമാണ്. അപ്പോൾ എന്നാലും ഏകദേശം മെജോറിറ്റി ഓർക്കിഡ്സ് നമുക്കിവിടെ വളർത്തിയെടുക്കാവുന്നതാണ്. പിന്നെ സിംഗപ്പൂരിലെ ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന അതേ ഓർക്കിഡ് നമ്മളിവിടെ കൊണ്ടുവന്നാലും അതിൻ്റെ ഫ്ലവറിങ്ങും ഡ്യൂറേഷനും അതുപോലെ അതിൻ്റെ വലിപ്പവും അതുപോലെ വരണമെന്നില്ല. ഡെൻഡ്രോബിയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ഓർക്കിഡ്സും ഇപ്പോൾ ഫെലോസിസ് ആണെങ്കിലും ഒരുപാട് കളേഴ്സുണ്ട്, മൊക്കാറ ആണെങ്കിലും വാൻഡ ആണെങ്കിലും ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ പലതും ഇപ്പോൾ ടിഷ്യൂ കൾച്ചർ ചെയ്തിട്ട് അവർ കൂടുതൽ സാധനങ്ങളൊക്കെ പുതിയ വെറൈറ്റീസൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇത് വരുന്നത് തായ്ലൻഡിൽ നിന്നാണ്. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് തായ്ലൻഡ്, സിംഗപ്പൂരൊക്കെയാണ്. പക്ഷെ നമ്മുടെ ഇവിടെ ആളുകൾ അവിടെ നിന്ന് ഉള്ള പ്ലാന്റ്സ് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് ആണ് നമ്മളിത് വളർത്തുന്നത്. പിന്നെ ചില ബയോടെക്നോളജി ലാബിലൊക്കെ ഇതിൻ്റെ തന്നെ അവർ ഒരുപാട് ഒരെണ്ണം വെച്ചിട്ട് തന്നെ അതിൻ്റെ ഒരുപാട് നമ്പേഴ്സ് കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ പൊതുവേ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ വീട്ടമ്മമാർക്ക് കുറച്ച് സമയമൊന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് നമ്മുടെ മനസ്സിന് സന്തോഷത്തിനും അതുപോലെ ചെറിയൊരു വരുമാനം, വലിയ വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് മുടക്ക് മുതൽ ഉണ്ടാക്കണം. അപ്പോൾ ചെറിയൊരു വരുമാനവും നമുക്കൊരു നല്ലൊരു മനസ്സിനൊരു സന്തോഷവും നമ്മൾ ഈ കൃഷി ചെയ്യുന്നതുകൊണ്ട് എല്ലാ വീട്ടമ്മമാർക്കും കിട്ടും. കഴിയുന്നതും നമ്മൾ വെറുതെ ചുമ്മാതെ സമയം കളയുന്നതിന് പകരം ഇപ്പോൾ പലരും പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. അതും നല്ലത് തന്നെയാണ്. കാരണം അത് നമുക്ക് വിഷവിമുക്തമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കാം. അത് നമ്മുടെ ആഹാരത്തിനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പൂക്കൾ കൊണ്ട് എന്ത് പ്രയോജനമാണെന്ന് ചോദിച്ചാൽ, പൂക്കൾ നമ്മൾ കാണാൻ ഭംഗിയുള്ള മാത്രമല്ല, പല ഒക്കേഷൻ നമുക്ക് പൂക്കൾ ഒഴിച്ചുവിടാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, കല്യാണമാണെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ വിഷ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എല്ലാവരും മറ്റേ ഫോറിൻ കൺട്രീസ് പോലെ എല്ലാവരും ഇപ്പോൾ ബൊക്കെയൊക്കെ കൊടുത്താണ്. ഇപ്പം ആരെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ സൽക്കരിക്കാനൊക്കെ നമ്മൾ ചെയ്യുന്നത്, സ്വീകരിക്കാനൊക്കെ ചെയ്യുന്നതെല്ലാം ഈ ബൊക്കെയൊക്കെ കൊടുത്താണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു ഫ്ലവറാണ് ഓർക്കിഡ്സ്. കാരണം നമ്മുടെ സാധാ ഫ്ലവേഴ്സൊന്നും അതിന് നമുക്ക് ബൊക്കെ ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്, ഇപ്പോൾ ഹോട്ടലിലും വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് റൂമിലൊക്കെ അറേഞ്ച് ചെയ്യുന്നതെല്ലാം ഈ ഓർക്കിഡ് പോലെയുള്ള ഫ്ലവേഴ്സ് കൊണ്ടാണ്. പിന്നെ ഓർക്കിഡ് കൊണ്ട് നമ്മളിപ്പോൾ ബൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ മറ്റുള്ള പ്ലാന്റ്സ് കൊണ്ട് ബൊക്കെ ഉണ്ടാക്കുന്നത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിരിക്കും. ഇപ്പോൾ റോസ് ഉണ്ട്, ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്ന റോസ് കൊണ്ടും അല്ലാതെ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട്, ജർബറ, അതൊക്കെ കൊണ്ടൊക്കെ ബൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിരിക്കും ഈ ഓർക്കിഡ് കൊണ്ടുള്ള ബൊക്കെ ഉണ്ടാക്കുക. ഓർക്കിഡ് കൃഷി എന്ന് പറയുന്നത് നമ്മുടെ വരുമാനത്തിനോടൊപ്പം നമുക്ക് മനസ്സിനൊരു ഉല്ലാസം തരുന്ന ഒരു കൃഷി കൂടെയാണ്. അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സമയം കണ്ടെത്തിയെങ്കിലും നമ്മൾ ഈ ഓർക്കിഡ് കൃഷി ചെയ്യുന്നത് നല്ലതായിരിക്കും.